ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള അതായത് NCCയിലെ റൗണ്ട് 2 അവസാനിച്ചു. മോപ്പപ്പ് റൗണ്ടിനുള്ള രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആർക്കൊക്കെ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്, ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ MCCയിലെ മോപ്പപ്പ് റൗണ്ടിന്റെ ഷെഡ്യൂളുകൾ ഒന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അലോട്ട്മെന്റ് ഷെഡ്യൂളും നമുക്ക് നോക്കാവുന്നതാണ്. അതായത് 10 ഡിസംബർ മുതൽ 14 ഡിസംബർ 3 മണി വരെയാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 10 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 14 3 മണി വരെ രജിസ്ട്രേഷൻ നടപടികളുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള പേയ്മെന്റ് കാര്യങ്ങൾ നടത്താവുന്നത് 11 മുതൽ നമുക്ക് പേയ്മെന്റും ചോയ്സ് ഫില്ലിങ്ങും ആരംഭിക്കാവുന്നതാണ്. 11 മുതൽ 14 ഡിസംബർ വരെയാണ്. 11:59 വരെയാണ് ചോയ്സ് ഫില്ലിംഗ് നടത്താവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ഫെസിലിറ്റി അവസാനിക്കുന്ന സമയം 14 7 മണി വരെയാണ് പേയ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നത്. ചോയ്സ് ഫില്ലിംഗ് നമുക്ക് 12 മണി വരെ ചോയ്സ് ഫില്ലിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ചോയ്സ് ലോക്കിംഗ് ആരംഭിക്കുന്നത് 3 മണിക്കാണ്. 14 ഡിസംബർ 3 മണി മുതൽ 11:59 വരെയാണ്. ഡിസംബർ 14 ചോയ്സ് ലോക്കിങ്ങിനുള്ള സമയം തന്നിരിക്കുന്നത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരൊക്കെയാണ് രജിസ്ട്രേഷൻ കടകൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ 10 മുതൽ 14 വരെ, ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നത് 14 അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ ചോയ്സ് ലോക്കിംഗും ഉണ്ട്. അന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് സിസ്റ്റം ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ആവുന്ന ഡേറ്റ് 17 ഡിസംബറിനാണ് മോപ്പപ്പ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് പുറത്തു വരുന്നത്. ഒരു ദിവസം ഉണ്ടാവുള്ളൂ. 18 തന്നെ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. 18 മുതൽ 26 ഡിസംബർ 26 വരെ ജോയിനിങ് ഡേറ്റ് ആണ്. 9 ഡേയ്സ് ഉണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കോളേജുകളിൽ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് 18 മുതൽ 26 വരെ. ഇനി സ്ട്രേ വേക്കൻസി റൗണ്ട് ആരംഭിക്കുന്നത് 27 ഡിസംബർ മുതൽ 31 ഡിസംബർ വരെയാണ് സ്ട്രേ വേക്കൻസി ആരംഭിക്കുന്നത്. ഓക്കെ, 27 ഡിസംബർ ടു 31 ഡിസംബർ വരെ സ്ട്രേ വേക്കൻസി റൗണ്ട് ആയിരിക്കും. ഇതാണ് അലോട്ട്മെന്റിന്റെ ഷെഡ്യൂൾ കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സംശയമാണ് മോപ്പപ്പ് റൗണ്ടിനെ കുറിച്ച്. ഓൾ ഇന്ത്യ കൗൺസിലിലേക്ക് വേണ്ടിയിട്ടുള്ള മോപ്പപ്പ് റൗണ്ടിനെ ആർക്കൊക്കെയാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നത്? അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കുന്നത്, ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കുവാൻ സാധിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോപ്പപ്പ് റൗണ്ടിൽ വരുന്നത് നമുക്കറിയാം 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള സീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി വരുന്ന സീറ്റുകൾ അതത് സ്റ്റേറ്റ് കോട്ടയിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളയിലേക്ക് MBBS 45 സീറ്റുകളാണ് കൺവേർട്ടഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ BDS 39 സീറ്റുകളാണ് കൺവേർട്ടഡ് ആയിട്ടുള്ളത്. ഇനി മോപ്പപ്പ് റൗണ്ടിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ നോക്കാം. ഓൺലി ഫോർ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഇതുപോലെ തന്നെ ESIC. പല കുട്ടികൾക്കും സംശയമുണ്ട്. ESIC IP വാർഡുള്ള കോട്ടയിലേക്കൊക്കെ തന്നെ ഈ മോപ്പപ്പ് റൗണ്ടിലും പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എയിംസ് ആൻഡ് ജിപ്മറിൽ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. അപ്പൊ ഇത്രയും ഉള്ള കോളേജുകളിലേക്കാണ് മോപ്പപ്പ് റൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഡീംഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ESIC, IP വാർഡ്, എയിംസ്, ജിപ്മർ. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം എന്നാണ്. ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്, ആരൊക്കെ, ഇനി രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാതെ ഇരിക്കുന്നവർ ആരൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇനി വിശദമായിട്ട് പറയുന്നത്. ദോസ് ഹു രജിസ്റ്റേർഡ് ഇൻ റൗണ്ട് 1 ആൻഡ് എക്സിറ്റഡ് അവൈലിംഗ് ഫ്രീ എക്സിറ്റ്. അതായത്
റൗണ്ട് 1-ൽ നമുക്ക് അലോട്ടഡായി നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുള്ളവര്, ഫ്രീ എക്സിറ്റ് ചെയ്ത കുട്ടികൾ, നമ്മൾ അല്ലെങ്കിൽ റൗണ്ട് 1-ൽ നമുക്ക് കിട്ടി നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കേണ്ടത്. രണ്ടാമതായിട്ട് who registered in round 2 and excited with forfeitures of fees can register again with the payment of fees. അതായത് റൗണ്ട് 2 നമുക്ക് ലഭിച്ചു, പക്ഷെ നമ്മൾ അവരുടെ അടച്ചിരിക്കുന്ന പൈസ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രീ എക്സിറ്റ് ചെയ്തവരുണ്ടാവും, റിട്ടേൺ ടു സ്റ്റേറ്റ് കോട്ടയിലേക്ക് മടങ്ങിയവരുണ്ടാകും. അവർക്കും ഇത് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം, പക്ഷേ അവർ പുതുതായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റൗണ്ട് 1 റൗണ്ട് 2-ലൊക്കെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്തു, പക്ഷെ അതിലൊന്നും തന്നെ സീറ്റ് അലോട്ടഡ് ആവാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. ആ വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അവർ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതില്ല. അവർക്ക് സാധാരണ ചോയ്സ് ഫില്ലിങ്ങോടുകൂടി തന്നെ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാത്തവർ, MCCയിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് മോപ്പപ്പ് റൗണ്ടിൽ പുതുതായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ ഫീ അടച്ച് അവർക്ക് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഫ്രീ എക്സിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ, റൗണ്ട് 1-ൽ ഫ്രീ എക്സിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റൗണ്ട് 2-ലും നമ്മൾ എക്സിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടാണ് ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കേണ്ടത്. ഇനി റൗണ്ട് 1-ഉം റൗണ്ട് 2-ഉം ലഭിക്കാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് പുതുതായിട്ടുള്ള ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പൊ മോപ്പപ്പ് റൗണ്ടും സാധാരണ റൗണ്ട് 1 റൗണ്ട് 2 പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതാണ്. നമുക്ക് ഏത് കോളേജിലാണ് ഈ കിട്ടിയിരിക്കുന്ന ഈ ഡീംഡ്, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എയിംസ്, ജിപ്മർ, ESIC ഏത് കോളേജിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ചോയ്സ് ഫില്ലിംഗ് നമ്മൾ നടത്തേണ്ടതാണ്. ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് ആണ്. പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് ഓഫ് മോപ്പപ്പ് റൗണ്ട് ഇൻ MCC വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് എവിടെയാണോ കോളേജ് അലോട്ടഡ് ആയത് ആ അലോട്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡെന്റൽ കോളേജിൽ നമ്മൾ സീറ്റ് എടുക്കേണ്ടതാണ്. ഇനി മോപ്പപ്പ് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഫൈനൽ സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. അതിലും ഇത്തരം കോളേജുകളൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എയിംസ് ആൻഡ് ജിപ്മർ ഉണ്ടായിരിക്കും, സ്ട്രേ വേക്കൻസിയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് ഒരിക്കലും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കില്ല. അതായത് സ്ട്രേ വേക്കൻസി എന്ന് പറഞ്ഞാൽ അതത് കോളേജുകളിൽ ഒഴിവ് വരുന്നുണ്ടാവും. ഇപ്പം എയിംസിൽ ഏതെങ്കിലും കോളേജിൽ ഒഴിവ് വന്നാൽ ആ കോളേജിന്റെ വെബ്സൈറ്റിലായിരിക്കും നമുക്ക് അതിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പിന്നെ MCCയുടെ വെബ്സൈറ്റ് അല്ല പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് അതത് കോളേജുകളുടെ വെബ്സൈറ്റുകളാണ്. നമ്മളിവിടെ പറയുന്ന സ്പോട്ട് അലോട്ട്മെന്റ് തന്നെയാണത്, പക്ഷെ ആ വെബ്സൈറ്റിലായിരിക്കും അവരുടെ വേക്കൻസിയും എന്നാണ് നമുക്ക് അഡ്മിഷന്റെ ഡേറ്റ് എല്ലാം പബ്ലിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ ഒരു സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നമ്മൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിലാണ് എപ്പോഴും ഒബ്സർവ് ചെയ്യേണ്ടത്. ഇനി സ്റ്റേ വേക്കൻസിയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇനി ഒട്ടും രജിസ്ട്രേഷൻ ചെയ്യാത്ത കുട്ടികൾക്ക് ഒരിക്കലും സ്റ്റേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ മോപ്പപ്പ് റൗണ്ടിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കും ഫ്രഷ് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്ത് അവിടെ പേയ്മെന്റ് അടച്ചു ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. അത് പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ വേക്കൻസിയിലും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ പല കുട്ടികൾക്കും അറിയാത്തവരുണ്ടാകും. അവർ സ്റ്റേ വേക്കൻസി വരെ നിങ്ങൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ മേ ബി സീറ്റുകളൊക്കെ തന്നെ അലോട്ടഡ് ആവാൻ സാധ്യതയുണ്ട്. 600 മാർക്ക് വരെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ എയിംസ്, ജിപ്മർ പോലെയുള്ളവയിലേക്ക് അലോട്ടഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.